Good afternoon. Good afternoon. Good afternoon. Okay. Start ചെയ്യാം. Prayer ആരെങ്കിലും ready ആയിട്ടുണ്ടോ? Yes, Miss. Please. Dear God, please bless our class with peace, happiness, and knowledge. Help us to learn and grow together, and to be kind and respectful to one another. Amen. Okay. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? Like thought of the day, signing, anything? Okay. നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് എവിടം വരെയായി? അപ്പാരറ്റസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയൊക്കെ കഴിഞ്ഞു. പിക്ചറുകൾ ചെയ്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബാക്കി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മൾ കുറേ ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് ടൂൾസ്, ടീച്ചിങ് മെറ്റീരിയൽസ്, പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് സ്കൂളിൽ പോയപ്പോൾ എടുത്ത ആക്ടിവിറ്റിക്ക് പോയിട്ടുണ്ടെങ്കിൽ എടുത്ത ആക്ടിവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തിട്ടുള്ള ടീച്ചിങ് മെറ്റീരിയൽസ് അങ്ങനെയുള്ളതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ടോ? സമയം കിട്ടുന്നുണ്ടോ? ഓക്കെ ഫൈൻ. സോ നമ്മൾ ക്ലാസ് എവിടെ വരെയായി? നമ്മളോട് ലേണിംഗ് മെറ്റീരിയൽസ് ഒന്ന് വായിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ആണ് എടുക്കേണ്ടത്. ചോദിക്കൂ. മിസ് 29th അവിടെ വരേണ്ട ലൊക്കേഷൻ ഷെയർ ചെയ്യോ ക്ലാസ് റൂമിൽ? ഓക്കെ ഓക്കെ. നിങ്ങൾക്കത് എനിക്ക് തോന്നുന്നു ആ ആഴ്ച ഒരു 2-3 ദിവസം മുമ്പായിരിക്കും ഷെയർ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്ത് തരും. ഓക്കെ. ഇപ്പൊ ഇനിയിപ്പം നമുക്ക് എത്ര 10 ദിവസം കൂടി ഉണ്ടല്ലോ. തലേ ദിവസം വരാനാണോ? നേരത്തെ വരണം. വയനാടാണ്, അപ്പം തലേന്ന് വരണം. ഓക്കെ ഓക്കെ. ഷെയർ ചെയ്ത് തരും, ക്ലാസ് റൂമിൽ തരും. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കോള് വന്നോ? കോൾ ചെയ്തിരുന്നോ? ഓഫീസിൽ നിന്ന് കോള് കിട്ടിയിരുന്നോ? വിളിച്ചിട്ടില്ല. വിളിക്കും. കാരണം ഈ ആഴ്ച ഒരു കോൺവെക്കേഷൻ ഉണ്ട് 8th ബാച്ചിന്റെ. മേ ബി അതിന്റെ തിരക്കിലായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കോളും നിങ്ങൾക്ക് ലൊക്കേഷനും, കാരണം കൺഫർമേഷൻ, അതായത് ആരൊക്കെ വരുന്നുണ്ടെന്നൊന്ന് കൺഫേം ചെയ്യാനായിട്ട്, നമ്പർ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കോള് വരുമായിരിക്കും. എത്ര പേര് വരുന്നുണ്ടെന്ന് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ, അങ്ങനെ ഒരു കൺഫർമേഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. നമുക്ക് ക്ലാസ് നമ്മൾ പാർട്ട് 3 ആണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? പാർട്ട് 3 അല്ലേ? ലേണിംഗ് മെറ്റീരിയൽസ് വായിച്ചുകൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞു? പാർട്ട് 3 യൂണിറ്റ് ഓക്കെ. ആ ടേബിൾ അല്ലേ ലേണിംഗ് ഏരിയയും മെറ്റീരിയൽസും? ആ ടേബിൾ അല്ലായിരുന്നു പറഞ്ഞേ? നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ടോ? ഒരു ഏരിയ സെറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയോ അത് വായിച്ചു നോക്കിയപ്പോ? ചെയ്തിട്ടുള്ള കുറെ പേരുണ്ട് കേട്ടോ. അത് അറിയുന്നതിന് മുമ്പേ അങ്ങനെ ചെയ്തു വെച്ച ആളുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
കാരണം കുട്ടികളിലെ ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ഇതാണ് ഏറ്റവും അധികം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടത്, അവരിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികളിൽ അത് വളരെ കുറവാണ്. പണ്ടൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം അത് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സെറ്റിങ്സ് ഇല്ല. ഈ പറയുന്ന TV വരെ കുറവായിരുന്ന ഒരു കാലഘട്ടം. ആ ടൈമിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരുന്നു അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ വ്യത്യാസങ്ങൾ അവരിലുണ്ട്. കാരണം അവർക്ക് പല കാര്യങ്ങളിലും ആ ഒരു സോഷ്യലൈസ് ചെയ്യുന്നതിലും പിന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിലും മാനേജ് ചെയ്യുന്നതിലും ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. സ്ട്രെസ് വന്നാലും അവരതിനെ മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു. പക്ഷെ ഇപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതെ. കാരണം നമുക്കൊന്നും എന്ത് പഠിക്കണം, എന്ത് ജോലിക്ക് പോകണം, ആ രീതിയിലുള്ള ഫോക്കസ് ഒന്നും അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വന്നില്ല. വീട്ടിൽ പറയുന്നു, അതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്നു, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ ഫോക്കസ് മാറിയിട്ടുണ്ട്. അവര് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവര് സെറ്റ് ചെയ്ത് വെക്കുക ഏത് പ്രൊഫഷൻ, ഏത് കരിയർ ചൂസ് ചെയ്യും. അങ്ങനെ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അതേസമയം ഈ സ്ക്രീൻ അഡിക്ഷൻ, ഈ ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസിലായി പോകുന്ന കുട്ടികൾ അങ്ങനെയുമുണ്ട്. അപ്പം കുട്ടികളിലെ ലൈഫ് സ്കിൽസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നത്. എത്ര എന്താ പറയുക, പല ഡിസ്കഷൻസിൽ പോയിട്ടുണ്ട് ഇങ്ങനെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ വരുന്നതും പല എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഡിസ്കഷൻസിലൊക്കെ പോയപ്പോൾ എല്ലാവരും ഏറ്റവും അവസാനം ഒരു മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ട് പറയുന്നതല്ല, കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ മോണ്ടിസോറി മെത്തേഡും അത് തന്നെയാണ്, ലൈഫ് സ്കിൽ പ്രൊവൈഡ് ചെയ്യാണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ കുട്ടികളെ കൊണ്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ബാക്കിയുള്ള ഏരിയകളിലെ എല്ലാ ആക്ടിവിറ്റീസും തന്നെ എന്താ പറയാ ലൈഫ് സ്കില്ലുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. കുട്ടി മാത്സ് പഠിക്കുമ്പോഴും അവിടെ കുറെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ലാംഗ്വേജ് പഠിക്കുമ്പോഴും അവിടെയും ആക്ടിവിറ്റീസ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ, ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ച എൻവയോൺമെന്റിലൂടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരിൽ സോഷ്യലൈസ് ചെയ്യുന്ന ആ സ്കിൽസ് ഡെവലപ്പ് ആകും. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, പിന്നെ പേഷ്യൻസ്, സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, ഇതെല്ലാം അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ, ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് തന്നെ വരികയാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ആ ഒരു കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇനി ചില ലേണിംഗ് ഏരിയാസ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ലേണിംഗ് ഏരിയാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ന രീതിയിൽ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലേണിംഗ് ഏരിയാസ് നിങ്ങളത് വായിച്ചിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, കണക്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറയൂ. നമ്മൾ അതിന് മുമ്പുള്ള സ്റ്റേജസ് എല്ലാം പറഞ്ഞു. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, അതിന്റെ 5 സ്റ്റേജസ് പറഞ്ഞിരുന്നോ? ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ കുട്ടികളെ റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്യണം, അവരെ എക്സ്പീരിയൻസ് ചെയ്യിക്കണം. പിന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള, കാണാൻ പറ്റുന്നതും തൊട്ടു നോക്കാനും എടുത്തു നോക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒബ്ജക്ട്സ് അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യണം. റിയൽ സ്റ്റോറീസ് റീഡ് ചെയ്യണം കുട്ടികളുടെ അടുത്ത്. പിന്നെ അവർക്ക് ഫ്രീഡം കൊടുക്കണം. പിന്നെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് അവർ വളരാനുള്ള ചാൻസസ് കൊടുക്കണം. പിന്നെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. സെൻസോറിയൽ എഡ്യൂക്കേഷനിലൂടെയാണ് അവർ ലേണിംഗ് നടത്തുന്നത്. അവരുടെ എല്ലാ സെൻസസും അതിനു വേണ്ടിയിട്ട് അവര് യൂസ് ചെയ്യും. ശരിക്കും അത് അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രൂത്തും റിയാലിറ്റി, എന്ത് കാര്യങ്ങളും നമ്മൾ ട്രൂത്ത് റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വേണം അവരോട് പറയാൻ. പിന്നെ അവർക്ക് വൈഡ് ആക്സസ്, കോസ്മിക് ആക്സസ്, എല്ലാ കാര്യങ്ങളുമായിട്ടും ഒരു വൈഡ് ആക്സസ് കൊടുക്കണം. അപ്പോഴാണ് ട്രൂത്ത്, ഫാക്ട് ഏതാണ്, റിയൽ ഏതാണെന്നുള്ള ആ നോളജ് അവർക്ക് കിട്ടും. അപ്പൊ ഈ അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടി 5 സ്റ്റേജിലൂടെ കടന്നു പോകും. 5 സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബിങ് ഫ്രം ദ സറൗണ്ടിങ്സ്. എന്തെല്ലാം കാണുന്നു, അവന് ചുറ്റും കാണുന്നതെല്ലാം അവൻ അബ്സോർബ് ചെയ്യുന്നു. ആ ഒരു വേൾഡിന്റെ ഭാഗമായി മാറുന്നു, ഒരു പാർട്ടായിട്ട് മാറുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ, നമ്മളും അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അവരത് മനസ്സിലാക്കുന്നു, അനലൈസ് ചെയ്യുന്നു. ആ മനസ്സിലാക്കുന്നത് വരെ ആ ഇൻഫർമേഷൻ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കില്ലേ ഓരോ ചോദ്യവും, അവന് ക്ലിയർ ആകുന്നവരെ, അവന് ക്ലാരിറ്റി കിട്ടുന്നത് വരെ
എവറി ടൈം ഹി വിൽ ആസ്ക് വൈ, ഹൗ, വാട്ട്, അതെങ്ങനെ ആവാത്ത എന്താ, അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കൂടെ. അല്ലാതെ കിട്ടുന്നത് മുഴുവൻ അങ്ങനെ വിഴുങ്ങല്ല ചെയ്യുന്നത്. കിട്ടിയ ഇൻഫർമേഷനെ അവൻ കീറി മുറിച്ച് അനലൈസ് ചെയ്യുക തന്നെ ചെയ്യും. നെക്സ്റ്റ് തേർഡ് സ്റ്റേജിൽ വരുമ്പം അങ്ങനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അവനൊരു നോളജായി മാറും. അവന് ഫെമിലിയർ ആകുന്നു ആ ഒരു ഐഡിയയുമായിട്ട്. ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ ഡൗട്ട്സ് ഒക്കെ വന്നു, എല്ലാം ക്ലിയർ ചെയ്തു, കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു, അതില് അവന് ഒരു ഐഡിയ കിട്ടി, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഫെമിലിയർ വിത്ത് ആ ഐഡിയയുമായിട്ട് ഫെമിലിയർ ആകുന്നു. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും റിപ്പിറ്റേഷൻ അവര് ചെയ്യും, പല തവണ ചെയ്യും. നമ്മൾ വിചാരിക്കും ഈ മടുക്കുന്നില്ലേ, എത്രയോ മണിക്കൂറുകളോളം ഇരുന്ന് ചെയ്യുന്നതായിട്ട് കാണും. 4th സ്റ്റേജില് കുട്ടി ഇമാജിനേഷൻ യൂസ് ചെയ്യും, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ മെറ്റീരിയൽസ് നമ്മളിപ്പോ പിങ്ക് ടവർ ഒക്കെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് വലിയ ക്യൂബിന്ന് ചെറിയ ക്യൂബ് വരെ അങ്ങനെ 10 ക്യൂബ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കറക്റ്റ് സ്റ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, പല പല ഷേപ്സ് ഉണ്ടാക്കും, ട്രെയിൻ പോലെ ആക്കും. ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തതിനെ ഇങ്ങനെ കിടത്തി വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ പല രീതിയിൽ അവന്റെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 5th സ്റ്റേജില് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പല കാര്യങ്ങളും അവൻ ചെയ്യുമ്പോൾ അതെല്ലാം അവന് സ്പോണ്ടേനിയസ് ആയിട്ട് വരും. നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അവൻ ആ രീതിയിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ ഇവരുടെ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിലെ കാര്യമാണ് പറയുന്നത്. നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വീട്ടിലും നമുക്ക് ചെയ്തു വെക്കാം. നമുക്ക് സെർട്ടൻ ഏരിയാസ് ഡിസൈൻ ചെയ്യണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്യാനായിട്ട് 29th വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പൊ ആ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ മെറ്റീരിയൽസിന്റെയും ഒരു ഓൺലൈൻ ഡെമോ ക്ലാസ് വെക്കും. സാധാരണ നിങ്ങളുടെ നോർമൽ ക്ലാസ് ടൈമിൽ വരുന്ന ടീച്ചേഴ്സ് ആണ് ഓൺലൈൻ ഡെമോ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഓഫീസിലാണ് വെച്ചിരിക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല. അപ്പൊ ഓഫീസിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടാണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഓഫീസിൽ ഞാൻ നേരിട്ട് വന്നിട്ടാണ് ആ ഡെമോ ക്ലാസ് ഓൺലൈൻ ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ തരുന്നത്. അപ്പൊ ഈ ഫ്രൈഡേ, അതായത് ഇന്നിപ്പം വെനസ്ഡേ ആയില്ലേ, നിങ്ങൾക്ക് ഇന്നോ നാളെ ആയിട്ട് മെസ്സേജ് വരും. ഈ ഫ്രൈഡേ മോർണിംഗ് 10:30 തുടങ്ങിയിട്ട് ഒരു 11:30 അല്ലെങ്കിൽ ഒരു 12 ആ മെറ്റീരിയൽസിന്റെ കഴിയുന്നവരെ 2 ക്ലാസ് ഒരു 1.5 മണിക്കൂർ കിട്ടിയാലാണ് നമ്മൾക്ക് അവൈലബിൾ ആയ മെറ്റീരിയൽസ് വെച്ച് കംപ്ലീറ്റ് കാര്യത്തിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ അതിനും കൂടുമായിരിക്കും, കാരണം ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് തരുമ്പോൾ അതിനും കൂടുമായിരിക്കും. കഴിഞ്ഞ സാറ്റർഡേ 11th ബാച്ചാണ് നേരിട്ട് വന്നത് പ്രാക്ടിക്കൽ സെഷന്. അപ്പൊ അവർക്ക് ഡെമോ ക്ലാസ് ഒരു ദിവസം കൊടുത്തു. അത് ഏകദേശം 2 hours കൊടുത്തിട്ടും ഫുൾ മെറ്റീരിയൽസ് തീർന്നില്ലായിരുന്നു. അപ്പൊ ഫ്രൈഡേ വരുന്നത് 11th ബാച്ചും നിങ്ങളും കൂടിയാണ്. അവർക്ക് തീരാത്ത ഭാഗം അന്ന് എടുക്കും, അവർക്ക് എടുത്ത ടോപ്പിക്സ് അന്ന് എടുക്കില്ല, കാരണം ഓൾറെഡി കഴിഞ്ഞതാണല്ലോ. അപ്പൊ അവർക്ക് എടുക്കാത്തത് അന്ന് എടുത്തിട്ട് വേറൊരു ദിവസം നിങ്ങൾക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസും കൂടി ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ട്, പിന്നെ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. എന്തായാലും നമ്മൾ ഓൺലൈനിലൂടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വരുന്നതിന് മുമ്പ് തരാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതുകൊണ്ടാണ് ഈ ഫ്രൈഡേ ഒരു ക്ലാസ് വെക്കും, നെക്സ്റ്റ് വീക്കിലും ഒരു ക്ലാസ് അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ തീർന്നില്ലെങ്കിൽ ഒരു സെഷനും കൂടെ വെച്ച് നെക്സ്റ്റ് വീക്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസ് വരെ എത്തണം. അപ്പൊ എനിക്ക് ക്ലാസ് ഇല്ലാത്ത ടൈമും ആ ഒരു ഫ്രീ ടൈമും കൂടെ നോക്കിയിട്ടാണ് ഫ്രൈഡേ 10:30 തുടങ്ങി ഈ ക്ലാസ് വെക്കുന്നത്. അത് ഓർത്ത് വെച്ചോളൂ, മെസ്സേജ് നിങ്ങൾക്ക് വരും കേട്ടോ. ഞാൻ ഓഫീസിൽ ഇൻഫോം ചെയ്തു, നിങ്ങൾക്ക് മെസ്സേജ് തരുന്ന സ്റ്റാഫിന്റെ അടുത്തും കൂടെ എനിക്കൊന്ന് പറയാനുണ്ട്. ഒക്കെയാണോ ആ ഒരു സമയത്ത് ക്ലാസ്സിൽ കയറാൻ? ഞാൻ അത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്തു, അന്നത്തെ ദിവസം തിയറി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി ക്ലാസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് തിയറി 1:30 വീണ്ടും ക്ലാസ്സിൽ കയറാൻ ഓക്കെ ആണെങ്കിൽ യു ക്യാൻ ജോയിൻ യുവർ ക്ലാസ് റൂംസ്. ആ ഒരു എനിക്ക് ചെന്നെടുക്കേണ്ടത് കൊണ്ട് നിങ്ങളുടെ ക്ലാസ് ടൈമിൽ ഓടിപ്പോവാൻ ചിലപ്പോൾ പറ്റില്ല. കാരണം ക്ലാസ് ടൈമിൽ ഓടി അവിടെ ചെല്ലുമ്പോൾ പിന്നെ എനിക്ക് ആ സമയത്ത് വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു സ്ലോട്ടിൽ വന്ന് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യുന്നത്.
ഓക്കെ ആണെങ്കിൽ പറയണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അന്ന് ക്ലാസ് 1:30 അറ്റൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ 1:30 അറ്റൻഡ് ചെയ്യൂ. തിയറി ക്ലാസ് നടക്കും. അത് അന്ന് വരുന്ന ടീച്ചർ ആരാണ്, ഫ്രൈഡേ ആരാന്ന് എനിക്കറിയില്ല. ഫ്രൈഡേ ക്ലാസ് നടക്കും. നോർമൽ ക്ലാസ് പ്ലസ് പ്രാക്ടിക്കൽ സെഷൻ. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഈ ഏരിയ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ലേണിംഗ് ഏരിയയിൽ നിങ്ങൾക്ക് കാണാം കുറേ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഏരിയ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഇതുപോലെ കുറെ പേപ്പറൊക്കെ എടുത്ത് കീറി എന്തെങ്കിലും കാണിച്ച് ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളക്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ള കുറെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ഒരു സ്പേസും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്ന് അവർ ചെയ്യും. അങ്ങനെ അവരിൽ ഡിസിപ്ലിനും ഒബീഡിയൻസും ഒക്കെ താനെ ഡെവലപ്പ് ചെയ്തു വരും. ഓക്കെ, ഇത് വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അത് നോക്കി പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഓക്കെ, നോ പ്രോബ്ലം. ഫസ്റ്റ് വൺ കൺസ്ട്രക്ഷൻ ഏരിയ ആണ്. കൺസ്ട്രക്ഷൻ എന്താണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? കുറേ ബോക്സസ് ഉണ്ടാകും, നിറയെ ജങ്ക് ഐറ്റംസ് ആയിരിക്കും. നമ്മള് വേസ്റ്റ് ആണെങ്കിലും ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞ വളരെ ഭംഗിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ചില ആളുകൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കാണാറുണ്ടല്ലേ? പലരും ഉണ്ടാവും നിങ്ങളുടെ ബാച്ചിലും. ആരെങ്കിലും നല്ല പോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും 1-2 ചെറിയ ഐറ്റംസ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയ ചെറിയ ഐറ്റംസ് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാം. ക്ലാസ് ടൈമിൽ തന്നെ ഞാനും ജോയിൻ ആകാം. അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ഞാനും അറേഞ്ച് ചെയ്ത് ഞാനും നിങ്ങളുടെ ഒപ്പം ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യൂ. നമുക്ക് അങ്ങനെ ഒരു സെഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ക്രാഫ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലെ മിനു ചെയ്യും. മിനു ക്ലാസ്സിൽ കയറാറുണ്ടോ? അതോ റെക്കോർഡ് ക്ലാസ് ആണോ? ഈ ക്ലാസ് ഉണ്ടോ? ആളുണ്ടോ അപ്പോ? മിനു യെസ്, മിനു അങ്ങനെ നമുക്കൊരു ക്ലാസ് വെക്കാൻ പറ്റുമോ? എന്റെ ടൈമിന് മതിട്ടോ, എനിക്കും കൂടെ ചെയ്യാൻ. എന്തിന്റെ ക്ലാസ് ആണ്? അതായത് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, നമുക്ക് ഇപ്പൊ കൊച്ചു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴേക്കും വളരെ ചെറിയ ചെറിയ മെറ്റീരിയൽസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുമല്ലോ, ആക്ടിവിറ്റി പോലെ. ഞാൻ 8, 9, 10 ക്ലാസ് ആർക്കാണ് എടുത്തോടുന്നത് സ്കൂളുകളിലെ. കട്ടിങ് ഒക്കെ ഉള്ളത്, സിസേഴ്സ് ഒക്കെ വെച്ച് കട്ട് ചെയ്യണത് ചെറിയ കുട്ടികളുടെ കുറവാ എൻ്റെ അടുത്ത്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നത് ഹൈസ്കൂളിലായിരുന്നു. മറ്റേ എംബ്രോയിഡറിയും പിന്നെ ബീഡ്സ് വർക്ക്, പിന്നെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഫ്ലവർ ഒക്കെ ആക്കൂലോ, അങ്ങനത്തെ ആണ് ഞാൻ ക്ലാസ് എടുത്തോടുന്നത്. പിന്നെ പേപ്പർ വെച്ചിട്ട് നെയിമൊക്കെ, ക്വില്ലിങ് ആർട്ടൊക്കെ ഇല്ലേ, ക്വില്ലിങ് ആർട്ട്, പിന്നെ അങ്ങനെ, പിന്നെ നെറ്റിപ്പട്ടം, അങ്ങനത്തെയാണ്. ചെറിയ കുട്ടികളുടെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒറിഗാമി അറിയില്ല. പേപ്പർ ക്രാഫ്റ്റ് വേറെ ഏതാ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റ് ഏതാ അറിയാം? സിമ്പിൾ മാത്രമല്ല, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാൻ അറിയോ? മറ്റേ സ്റ്റാറൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്ന സമയത്ത് അവർക്ക് ഒരു കോമ്പറ്റീഷനൊക്കെ വന്നപ്പോൾ സ്റ്റാർ മേക്കിങ്ങിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പലതരം സ്റ്റാറുകൾ ഒക്കെ വരച്ചിട്ടും അത് കട്ട് ചെയ്തിട്ടൊക്കെ ആക്കിയിട്ടേ, അങ്ങനത്തെയൊക്കെ അറിയാം. LKG ഒക്കെ ഞാനിങ്ങനെ ഞാൻ പഠിച്ചിരുന്ന ടീച്ചറുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് LKG UKG കുട്ടികൾക്ക് പറ്റിയ, അവർക്ക് ഈ ഫ്ലവേഴ്സ് ഒക്കെ പേപ്പർ കൊണ്ട് മടക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ LKG UKG കുട്ടികൾക്ക് പറ്റൂലോ. അങ്ങനത്തെ ബാഗ്, അങ്ങനത്തെയൊക്കെ അവര് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. എനിക്ക് വലിയ കുട്ടികളുടെയാണ് ഞാനിപ്പോ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നതും വലിയ വീട്ടമ്മമാർക്കും അവർക്കൊക്കെയാണ് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കണതേ. ചെറിയ കുട്ടികളുടെ അത്ര കോംപ്ലിക്കേറ്റഡ് ആണോ? സ്റ്റാർ ഉണ്ടാക്കുന്ന പറഞ്ഞല്ലോ, വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറും അത് വരച്ചിട്ട് വെട്ടണം അതിന്റെ ഷേപ്പില്. അപ്പൊ LKG UKG കുട്ടികൾക്ക് നമുക്ക് സിസേഴ്സ് കൊടുക്കല് അത്ര എളുപ്പമല്ലല്ലോ. മോണ്ടിസോറിയില് സിസേഴ്സ് കൊടുക്കാറുണ്ട്, കത്തി വരെയും കൊടുക്കും. അതെ, ഫ്രൂട്ട്സ് കട്ട് അവര് ലൈം ജ്യൂസ് ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഇതൊരു ടാസ്ക് ആവില്ല. വെജിറ്റബിൾ പ്രിന്റിംഗ് ഒക്കെ നമ്മള് കൊടുക്കാറുണ്ട്. വെജിറ്റബിൾ പ്രിന്റിങ്ങിനൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനിവിടെ എൻ്റെ മോനുണ്ട്, അവൻ 7ലാണ് 6ലാണ് ഇപ്പോ.
അവനൊക്കെ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് വെജിറ്റബിൾ പ്രിന്റിങ്ങിനൊക്കെ. പിന്നെ കൂടുതലും ഈ വുഡ് കാർവിങ്ങും മെറ്റൽ കാർവിങ്ങും ഒക്കെയാണ് എൻ്റെ എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ അതാ. എനിക്ക് ചെറിയ കുട്ടികളുടെ അത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ യുണീക്ക് ആയിട്ടുള്ള പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ കാണിച്ചു തരും. ഇല്ല, വീട്ടിലങ്ങനെ ഉണ്ടാക്കി വെക്കല് കുറവാ, പൊടിയുടെ ഒരു ശല്യം കാരണം. കൂടുതലും ഇങ്ങനെ ഓർഡർ വരുമ്പോ നമ്മള് നെറ്റിപ്പട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ റെസിൻ ആർട്ട് ഇല്ലേ, ഫോട്ടോ വെച്ചിട്ട് അത് ചെയ്യലുണ്ട്. പിന്നെ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിം അങ്ങനത്തെ ഒക്കെ ഓർഡർ വരുമ്പോ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ അല്ലാണ്ട് വീട്ടില് ഉണ്ടാക്കി വെക്കല് കുറവാ. കാരണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുമ്പോഴേ അത് ഉപയോഗം ഇല്ലാണ്ട് വരുമ്പോ പൊടി പിടിച്ചിട്ട് പിന്നെ അത് കളയേണ്ടി വരിക. അപ്പൊ അതിന്റെ ഒരു വിഷമം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെക്കില്ല, നമ്മൾ ചോദിക്കുന്നവർക്ക് കൊടുക്കും. ഫ്ലവേഴ്സ് ആയാലും ഫ്ലവർ ഈ പേപ്പർ വെച്ചിട്ടൊക്കെ ടുലിപ്പിന്റെ ഫ്ലവറും അങ്ങനത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുത്തോടുന്നതും അതാണ്. ഓക്കെ, ഞാനിപ്പോ ചോദിക്കുന്നത് നമ്മുടെ ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികളെ ഒരു ദിവസം ഒരു 1 hour കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യാൻ മിനു റെഡിയാണ്. ഞാൻ നോക്കട്ടെ. ഫ്ലവർ മേക്കിംഗ് തന്നെയാവും കൂടുതല്. പിന്നെ ഉള്ളത് ബീഡ്സ് വർക്ക്. അങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടും നമുക്ക്. ഏതെങ്കിലും സ്കൂളിൽ ഇപ്പം ചെറിയ ക്ലാസ്സിൽ തന്നെ നമുക്ക് ജോലി കിട്ടണമെന്നില്ല, വലിയ ക്ലാസ്സിലേക്ക് പോയാലും ആ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റണം. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ട മെറ്റീരിയൽസും ഉണ്ട്. ഇനി ക്രാഫ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരൂ. അപ്പൊ ക്ലാസ്സിന് മുമ്പ് ഞങ്ങളോട് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്നുള്ളതും നേരത്തെ ഒന്ന് പറയുവാണെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നിട്ട് ക്ലാസ് ഇരിക്കാം. എന്റെ ക്ലാസ് നന്നായിരിക്കും. ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ ഇപ്പം ഈ റെക്കോർഡ് വർക്ക്, ഈ മറ്റേ ഓഫ്ലൈൻ ക്ലാസ്സിന് മുമ്പ് നമ്മളിപ്പോ റെക്കോർഡ് ഒന്ന് എഴുതി തീർക്കുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അന്ന് വരുമ്പോ സൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഡിസംബറിലാക്കാം. ഡിസംബറിൽ ഞാൻ ഒരു ക്ലാസ് വെക്കാം. ശരി. പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ നിങ്ങൾ നേരിട്ട് വന്നിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ. പറഞ്ഞാൽ മതി. ഞങ്ങള് നേരത്തെ 2 ദിവസം മുമ്പ് പറയുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഇരിക്കാം. ഞാൻ പറയാം. ഞാന് മാമിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പറയാം, ഡിസംബറിൽ. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് അങ്ങനെ വെക്കാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, സോ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഏരിയ ആണ്. അവിടെ കുറെ ബോക്സസ് ഉണ്ട്, നിറയെ ജങ്ക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. കുട്ടികൾ അവരുടെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് അതിൽ കിടക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളും. ഭയങ്കര രസമായിരിക്കും അത് കാണാൻ. നെക്സ്റ്റ് ടെക്നോളജി ഏരിയ. അതിൽ കുറച്ചുകൂടെ വുഡൻ പീസസ് ഒക്കെ ഉണ്ടാവും. ഇലാസ്റ്റിക് ബാൻഡ്, വുഡൻ പീസസ് ഉണ്ടാവും. അപ്പൊ അവര് മോഡൽസ് ഉണ്ടാക്കാൻ തുടങ്ങും. പല മോഡൽസും, ചിലപ്പോൾ പേപ്പറോ അല്ലെങ്കിൽ വുഡൻ പീസസ് യൂസ് ചെയ്തിട്ട് മോഡൽസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും. സയൻസ് ഏരിയ ഔട്ട്ഡോറിൽ നമുക്ക് ഉണ്ടാകും. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാകും. വാട്ടർ പ്ലേ ഏരിയ കാണും. പിന്നെ സാൻഡ് പിറ്റ് ഉണ്ടാവും, ഗാർഡൻ ഉണ്ടായിരിക്കും. അതില് ഇത് വിത്തിട്ടിട്ട് സ്പ്രൗട്ട് ചെയ്യിക്കുന്നതൊക്കെ, ആ പ്രോസസ് ഒക്കെ കുട്ടിയെ കാണിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചെറുപയറൊക്കെ മുളപ്പിക്കില്ലേ, അല്ലാതെ മണ്ണിലേക്ക് കുഴിച്ചിടാതെ തന്നെ നമ്മളിങ്ങനെ ഡാം ക്ലോത്തിൽ നനഞ്ഞ തുണിയിൽ ഇങ്ങനെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം മുളച്ചു വരില്ലേ, അതൊക്കെ കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. സയൻസ് ഏരിയയിൽ അങ്ങനെ കുറെ ആ കാര്യങ്ങളെല്ലാം സയൻസ് ഏരിയയിൽ ചെയ്യാം. നമ്മള് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടൊക്കെ നമ്മൾ ഒരു അതൊക്കെ ചെറിയ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഒരു 8ാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. കെമിസ്ട്രി ഒക്കെ തുടങ്ങിയ സമയത്താണ് ചെയ്തത്. പക്ഷെ ഇവരെ നമുക്കത് ചെയ്യിക്കാം. ഈ അസിഡിക് ആയിട്ടുള്ളതും അൽക്കലൈൻ ആയിട്ടുള്ള സൊല്യൂഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. ലൈം ഉണ്ട്, പിന്നെ പുളിവെള്ളം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വിനീഗർ എടുത്തിട്ട് നമുക്ക് ലിറ്റ്മസ് പേപ്പറിന്റെ ആ കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കും. സയൻസ് ഏരിയയിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അത് ഈ വിത്തിട്ടിട്ട് മുളപ്പിക്കുന്നത്, മണ്ണിൽ സ്പ്രൗട്ട് ചെയ്തത് ചെടിയായിട്ട് ഓരോ ദിവസവും അതിന്റെ ഡെവലപ്മെന്റ്, ആ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. മാത്സ് ഏരിയയുടെ ബോർഡ് ഗെയിംസ്, പല രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഷേപ്സും പാറ്റേൺസും എല്ലാം മാത്സ് ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ വെക്കാം.
ലാംഗ്വേജ് ഏരിയയിൽ കുട്ടികളോട് ഒരു കഥ പറയാനായിട്ട് പറയാം. നമുക്ക് സ്റ്റോറി അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കാം. നമ്മള് 4th റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കില് പിക്ചർ കാണിച്ചിട്ട് കഥ പറയാൻ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ പിക്ചേഴ്സ് ഒരുമിച്ച് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് വെച്ചിട്ട് കഥ പറയാൻ പറയുക, അങ്ങനെ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പറയാം. എന്നിട്ട് അത് നമ്മൾക്ക് വേണമെങ്കിൽ അവരോട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയാം. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവരെ കാണിച്ചു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാം. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ മിനു പറഞ്ഞ പോലെ തന്നെ ഫിംഗർ പെയിന്റിങ് അത് ചെയ്യിക്കാം. പിന്നെ പേപ്പർ പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ കൊളാഷ് ചെയ്യിക്കാം. പേപ്പർ ഇങ്ങനെ അൺഈവൻ ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഒരു കൊളാഷ് പോലെ ചെയ്യാനായിട്ട് പറ്റും. ജങ്ക് ആർട്ട്, എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ് ഐറ്റംസ്. നെക്സ്റ്റ് മ്യൂസിക് ഏരിയ. മ്യൂസിക് ഏരിയയില് ഈ ബോട്ടിൽസിൽ പല ലെവലിൽ വെള്ളം വെച്ചിട്ട് അതിങ്ങനെ തട്ടുമ്പോൾ ഉള്ള ആ ഡിഫറൻസും, പിന്നെ അതുപോലെ തന്നെ സൈലോഫോൺ, പിന്നെ വലിയ ട്രംപറ്റ് അങ്ങനത്തെയൊക്കെ, അങ്ങനെ ജാസ് അതുപോലത്തെ ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്നവർക്ക് വെക്കാം. അല്ലെങ്കിൽ സാധാരണ മ്യൂസിക് എന്തെങ്കിലുമൊക്കെ ഏരിയയിൽ മ്യൂസിക് ഏരിയ വെക്കാം. വാട്ടറിംഗ് ബോട്ടിൽസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റോറി ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ സ്ഥിരം കേട്ട് വളർന്ന ചില കഥകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ കഥകളൊക്കെ പറയുമ്പോൾ അതിന് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് അങ്ങനെ പറയിക്കാം, ആ ഒരു രീതിയിൽ. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർക്ക് മങ്കി ബാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചാടി കയറി മറിഞ്ഞൊക്കെ അങ്ങനെ പോകുന്ന ജിം ഗെയിംസും മൂവ്മെന്റ് ആക്ടിവിറ്റീസും ഒക്കെ അവിടെ ചെയ്യിക്കും. ഇമാജിനേറ്റീവ് പ്ലേ, നമുക്ക് റോൾ പ്ലേ ചെയ്യിക്കാം കുട്ടികളെ കൊണ്ട്. പക്ഷെ മറിയം മോണ്ടിസോറി പറയുന്നത് ഒറിജിനൽ സിറ്റുവേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റോൾ പ്ലേ ആയിരിക്കും നല്ലത്. അതായത് മമ്മി ആൻഡ് പാപ്പ, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, ടീച്ചർ ആൻഡ് ചിൽഡ്രൻ, അങ്ങനെയുള്ള അവര് കണ്ടിട്ടുള്ള അവരുടെ ചുറ്റുപാടും കണ്ടിട്ടുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ടുള്ള റോൾ പ്ലേ ആണ് നല്ലതെന്ന് പറയുന്നത്. ഫാന്റസി അല്ല, കാരണം കുട്ടികൾക്ക് റിലേഷൻഷിപ്പും സിറ്റുവേഷൻസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്ലേ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ലേണിംഗ് ഏരിയ, നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലേണിംഗ് ഏരിയ. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലും ഇതുപോലുള്ള ലേണിംഗ് ഏരിയ ഉണ്ടെങ്കിൽ കുട്ടികൾ കുറെ കാര്യങ്ങൾ അവർക്ക് ലൈഫ് സ്കില്ലും സോഷ്യൽ സ്കിൽസും എല്ലാം അവരിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. നമ്മളുടെ വീട്ടിലെ ലിമിറ്റഡ് സ്പേസ് ആണെങ്കിൽ കൂടിയും കുറച്ച് ഏരിയ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുഞ്ഞുങ്ങള് ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവാതെ അവർ ഈ കളികൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ആണ് അടുത്തത്. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അടുത്തത് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. വീട്ടിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ്. യെസ് മിസ്, എന്റെ മോക്ക് 3.5 വയസ്സുണ്ട്. അവൾ ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർ ആൻഡ് പേഷ്യന്റ് റോൾ പ്ലേ അതിപ്പോ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതേപോലെ പേപ്പറിൽ പെന്ന് വെച്ച് എന്തൊക്കെയോ വരയ്ക്കും. എന്നിട്ട് പേപ്പർ മുറിച്ചിട്ട് മെഡിസിനാന്ന് പറഞ്ഞ് തരും. പിന്നെ പെന്നുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, അവർക്ക് അസുഖം വരുമ്പോ ഇങ്ങനെ ഡോക്ടർ അടുത്ത് പോകുന്നത് കണ്ടിട്ട് അവളെ ഇരുന്ന് ഇങ്ങനെ കളിക്കും. വെരി ഗുഡ്. അപ്പൊ അതാണ് ഒബ്സർവേഷൻ. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ കളിക്കുന്നത്. അവർ ആ കാണുന്നത് മുഴുവനും, അങ്ങനെ ചുറ്റുപാട് നടക്കുന്നത് മുഴുവനും അവർ അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അബ്സോർബൻ മൈൻഡ് ആണ്. അപ്പൊ അത് കണ്ടാണ് കുട്ടിക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവും. അത് കണ്ട് അതിങ്ങനെ അതിന്റെ ഒരു ഡെവലപ്പ് കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എത്ര നേരം കളിക്കും? കൊറേ നേരം കളിക്കും. ഈ ഫോൺ അധികം കൊടുക്കാറില്ല. വെരി ഗുഡ്. ഫോണ് വേറെ കുട്ടികളൊക്കെ വരുമ്പോ അങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് നോക്കുക, അല്ലാതെ ഫോൺ കൊടുക്കൂല. അപ്പം കൂടുതൽ ടൈം കളികളാണ്. ഇരുന്നിട്ട് ഈ ചപ്പാത്തി മാവൊക്കെ കൊടുക്കും. അപ്പൊ അത് വെച്ച് ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാമ്പിന്റെ പോലെ ഉണ്ടാക്കും. അങ്ങനെ ഓരോരോ കളികളാണ്. പിന്നെ അതേപോലെ വെജിറ്റബിൾ, ഈ ലേഡീസ് ഫിംഗർ ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പം അത് വെച്ചിട്ട് ഈ ഇങ്ങനെ കളറിന്റെ അകത്ത് മുക്കിയിട്ട് പേപ്പറിൽ അങ്ങനത്തെ, പിന്നെ വെള്ളം ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന ഇതൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ല, അപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കും. അതൊക്കെ ഇപ്പൊ നല്ലോണം വെള്ളം പുറത്തൊന്നും പോവാതെ ഒഴിക്കാനൊക്കെ ഇപ്പൊ അറിയാം. 3.5 വയസ്സായിട്ടുണ്ടെങ്കിലും ആള് അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, സോ നമുക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഏതിനോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ
ലൈഫ്. ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ യു ക്യാൻ റീഡ്. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞു. യെസ് പ്ലീസ്. നമുക്കത് 4 കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ, മറ്റുള്ളവരോട് പെരുമാറാൻ, ആ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള അതിന്റെ ലേണിംഗ് വരുന്നത്. പിന്നെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, അതൊരു ക്ലാസ് റൂമിലോ മോണ്ടിസോറി എൻവയോൺമെന്റിലാകുമ്പോൾ അവർക്ക് ആ ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, ഞാൻ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, അങ്ങനെ സ്വയം ഒരു സെൽഫും മറ്റുള്ളവരോടും കൂടി ആ ഒരു രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി അവരിൽ ഉണ്ടാകും. നെക്സ്റ്റ്, അഡൾട്ടിന്റെ റോള്. ആസ് ആൻ അഡൾട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിലിപ്പോ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് അഡൾട്ട് ആയിരിക്കും. സ്കൂളിലാവുമ്പോൾ ഒരു ടീച്ചർ ആയിരിക്കും. അപ്പൊ അഡൾട്ടിന്റെ പ്രസൻസ് കുട്ടികൾ എവിടെയുണ്ട് അവിടെ എല്ലാം ഉണ്ടല്ലേ. അഡൾട്ടുമായിട്ട് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ പോകുന്നത്. ആസ് ആൻ അഡൾട്ട് നമ്മൾ അവരെ പേടിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതല്ല, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പ്രൊവൈഡ് ചെയ്യുന്ന ലവ്, വാംത്ത്, കെയർ, അഫെക്ഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അവരൊരു മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അവരെ സിവിയർ ആയിട്ട് അവരുടെ നേരെ ഷൗട്ട് ചെയ്യോ പണിഷ് ചെയ്യോ അല്ല ചെയ്യുന്നത്. അത് ഒരു ഈവിൾ ആണ്, നോട്ട് ബാഡ് എന്നുള്ള രീതിയിൽ അത് അവരെ അവെയർ ചെയ്യിക്കണം. നെക്സ്റ്റ്, ഇനി അവരത് റിപ്പീറ്റ് ചെയ്യരുത്, ആ രീതിയിൽ തന്നെ ഇടപെടണം. പക്ഷെ അതിന്റെ അർത്ഥം അവരെ ഷൗട്ട് ചെയ്ത് തല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഈ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും നല്ലൊരു എൻവയോൺമെന്റിലാണ് ഇവർക്ക് ഈ ആ ഒരു സെൻസ് ഓഫ് മോറൽ വാല്യൂസ് അത് ഡെവലപ്പ് ചെയ്യൂ. സ്കൂളുകളിൽ പലപ്പോഴും മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. കുറെ മോറൽ വാല്യൂസ് വരുന്ന കഥകളാണ് അതിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ റോൾ പ്ലേ പോലെ ചെയ്യിക്കുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, റീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ റീഡ് ചെയ്തോളൂ. ഫസ്റ്റ്, ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ, ആ 2 പാരഗ്രാഫ് റീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യത്തെ ഇൻട്രൊഡക്ഷനും ആ ഒരു ഏരിയയിലും. യെസ്, അരുവില്ലേ? യെസ് മാം, വായിക്കാം. Development of emotional and spiritual life. Montessori believed that the child possesses within him at birth the sense that responds to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli from people when he communicates with them. Learning social interaction. It is during the interaction with his classmates in the Montessori environment that a child comes across experience which helps him to develop emotional maturity. Through the activities in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. Sense of mutual responsibility is also need part in this area. So children need to be allowed to help one another, which will help to develop the feeling of empathy in them. The vertical grouping, the system of putting children of ranging age group in one class, allows the connection between younger children to older ones and vice versa. This gives the elder to help the youngsters and also to sense a role model to them. ഓക്കെ വിനു, താങ്ക് യു. Okay, thank you. സോ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. എല്ലാ രീതിയിലുള്ള ഇമോഷൻസും കടന്നു പോലെ ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള കുറെ എന്തെങ്കിലും ഞാൻ എന്തോ ഒരു ഗിൽട്ടി അതൊക്കെ വരാം. മിസ്റ്റേക്ക് എന്തെങ്കിലും ചെയ്തോ ആരെങ്കിലും എന്നെ വഴക്കുറിയോ അങ്ങനെയുള്ള ഫിയറും ഒക്കെ വരും. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്? മറിയ മോണ്ടിസോറി വിചാരിക്കുന്നത് കുട്ടികൾ ആ ഒരു ബർത്ത് ടൈമിൽ തന്നെ അവർക്ക് ആ ഒരു സെൻസ്, ആ ഒരു ഇമോഷണൽ സ്പിരിച്വൽ സറൗണ്ടിങ്സുമായിട്ട് അവര് റെസ്പോണ്ട് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാല് ചെറിയ ബേബി ആയിരിക്കുമ്പോൾ
അവർ ഏറ്റവും കൂടുതൽ അവരുടെ കെയർ ഗീവറുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. കാരണം കെയർ ഗീവർ ആയിരിക്കും അവരെ ഫീഡ് ചെയ്യുന്നത്, അവരെ കുളിപ്പിക്കുന്നത്, ഉറക്കുന്നത്. അപ്പൊ അങ്ങനെ കുട്ടിയുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി അമ്മയായിരിക്കും. അമ്മയില്ലാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ കെയർ ഗീവർ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ കെയർ ഗീവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അത്രയും ഇഷ്ടമുള്ള ഒരാളെ കാണാതെ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി എന്നൊരു കാര്യം കുഞ്ഞുങ്ങളിൽ വരും. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറ്റിക്കും, ഈ അമ്മയെ കാണാനില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് ഇങ്ങനെ വിതുമ്പി വരുന്നതാണ്. സോ ദാറ്റ് മീൻസ് ദേ നോ ദ ഇമോഷൻസ്. അവർക്ക് ആ ചെറുപ്പത്തിലേ തന്നെ അവർ ആ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറുണ്ട്. ചെറുപ്പത്തിലെ ഇമോഷൻസ് അവര് പിടിച്ചു വെക്കില്ല, കൺട്രോൾ ചെയ്യില്ല, അവരത് എക്സ്പ്രസ് ചെയ്യാൻ ചെയ്യും അല്ലെ. നമ്മൾ കുറച്ചൊരു മെച്യൂരിറ്റി ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നൊരു മെച്യൂരിറ്റിയിലേക്ക് കുട്ടികൾ എത്താറുണ്ട്. കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള എൻവിയോൺമെന്റ്, അവർക്ക് മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ കിട്ടണം അവര് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന്. അങ്ങനെ വരുമ്പോഴാണ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിന്റെ ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കും. അതായത് കുട്ടി കണക്ട് ചെയ്യുന്ന ആളുകൾ, ഏതൊരു കമ്മ്യൂണിറ്റിയിലാണോ കുട്ടി ജീവിക്കുന്നത് അവിടെ നിന്നും അവന് കിട്ടുന്നതാണ് അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും സ്പിരിച്വൽ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു വാല്യൂസ് ആണ്, മോറൽ വാല്യൂസ് ആണ് അവൻ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും അവന് കിട്ടുന്നതെങ്കിൽ അവന്റെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതേസമയം കുട്ടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും വളരെ മോശമായ, ലൈക്ക് ഈവൻ അവൻ കേട്ട് വളരുന്നത് അബ്യൂസീവ് വേർഡ്സ്, എപ്പോഴും വഴക്കുകള്, അങ്ങനെ അവനെ സ്നേഹിക്കാനോ നോക്കാനോ അങ്ങനെയൊന്നും ആരും വരുന്നില്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെ വളരുന്ന കുട്ടികളുടെ ഈ ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, അതിന്റെ ഡെവലപ്മെന്റ് വളരെ ഒരു സ്ലോ പ്രോസസ് ആയിരിക്കും. അത് ശരിയായ രീതിയിൽ പ്രോഗ്രസ് ചെയ്യില്ല, അത് ഡീവിയേറ്റഡ് ആയി തന്നെ പോകും. സോഷ്യൽ ഇന്ററാക്ഷൻ, മറ്റാളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, കുഞ്ഞു ബേബി ആയിരിക്കുമ്പോഴേ ആ ഒരു സോഷ്യൽ സ്മൈല് അവരിൽ വരും. ആളുകളെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങും. എന്തെങ്കിലും പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവന് പറ്റുന്ന ലാംഗ്വേജിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സോഷ്യൽ ഇന്ററാക്ഷൻ ഇപ്പൊ ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിലാകുമ്പോൾ ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും അല്ലെ, അവരുമായിട്ട് പലപ്പോഴും ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് വരുമ്പോൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ അവിടെ ത്രൂ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. സംടൈംസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലേക്കും പോകാറുണ്ട്. അത് ഇമോഷണൽ മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ ഈ ആക്ടിവിറ്റീസിലൂടെ പോകുമ്പോൾ കുട്ടികൾ പലപ്പോഴും സോഷ്യലൈസ് ചെയ്യാനായിട്ട് പഠിക്കും. ഗുഡ് മാനേഴ്സ് അവരിൽ വരും. അതുപോലെ തന്നെ എങ്ങനെ കൺസെൻട്രേറ്റ് ആയിരിക്കണം, എങ്ങനെ ഷെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. നമുക്ക് കാണാം പാർക്കിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ ഇങ്ങനെ മറ്റു കുട്ടികൾ ചിലപ്പോൾ ബോളായിട്ടൊക്കെ കളിക്കുന്നുണ്ടാവും. ഇവര് പെട്ടെന്നായിരിക്കും അവരുമായിട്ട് കണക്റ്റഡ് ആയി ഒരുമിച്ച് കളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതും ഒരു ഇതിന്റെ ഈ ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, അതിലെ സോഷ്യൽ ഇന്ററാക്ഷന്റെ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. ഇതും വളരെ അത്യാവശ്യമുള്ളത് തന്നെയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുക. കാരണം എന്നാൽ മാത്രമാണ് അവരൊരു സിവിക് നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് മുന്നോട്ട് വളരാനായിട്ട് പറ്റുള്ളൂ. അതായത് വീട്ടിൽ കാണിക്കുന്നു, ക്ലാസ്സിൽ കാണിച്ചാലാണ് അവർ വലുതാവുമ്പോൾ ഈ ഒരു സൊസൈറ്റിക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം, അങ്ങനെയുള്ളൊരു സിവിക് റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർക്ക് മനസ്സിൽ തോന്നും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവരെ ഓരോ അനുവദിക്കണം. നമ്മൾക്കറിയാം ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ സപ്പോർട്ട് വേണം. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ആ രീതിയിലുള്ള ചില ആക്ടിവിറ്റീസ് ആ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും, അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മിക്കവാറും സ്കൂളുകളിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ്. അതായത് പല ഏജിലുള്ള കുട്ടികളെ മിക്സ് ചെയ്ത് ഒരു ക്ലാസ്സിൽ ഉണ്ടാകും. 3 തുടങ്ങി 6 വയസ്സ് വരെയുള്ള ഏജിലുള്ള കുട്ടികളാണ് സാധാരണഗതിയിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്നത്. ആ ഒരു ഏജ് സ്പാൻ അങ്ങനെയാണ്, 3 ഇയേഴ്സിന്റെ ഒരു ഏജ് സ്പാൻ ആണ്. അപ്പൊ യങ്ങർ ചിൽഡ്രൻ ഉണ്ടാകും, ഓൾഡർ വൺസും ഉണ്ടാവും അല്ലെ. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നവരൊരു പക്ഷേ ചെറിയ പ്രായത്തിലുള്ളവരായിരിക്കും.
അപ്പൊ നേരത്തെ തുടങ്ങിയ ആ സ്കൂളിലുള്ള 3 വർഷം ഏജ് സ്പാൻ ഉണ്ടല്ലോ. അപ്പം 3 വയസ്സിൽ വന്നിട്ട് 6 വയസ്സായ സീനിയർ ആയിട്ടുള്ള എൽഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരിൽ നിന്നും പലതും പഠിക്കുന്നു. അവര് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവര് തിരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി വരും. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് അഡൾട്ടും ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസും ആണ്. അത് ആരെങ്കിലും വായിച്ചു. Okay, teacher. Role of adult. Children should be treated in a loving, caring way. Whenever children make mistakes, they should not be chided or treated severely unless they are disturbing or destructive. Adults should behave using the knowledge that children have the ability to feel love and be attracted to people who behave lovingly, but it will be destroyed if the adults are not careful. Development of moral values. For the development of moral sense to take place, good and evil must be apartly differentiated in the environment. Adults should help by exaction the understanding of what is good and setting clear limits against detrimental or unsociable behaviors. റോൾ ഓഫ് അഡൾട്ട്. കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ലൈക്ക് അവർക്ക് സ്നേഹം, അവരുടെ ഒരു റൈറ്റ് ആണ് ടു ബി ലൗഡ് എന്നുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ അവരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം. കുട്ടികൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ അവർക്ക് അറിയില്ല, പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ അവരെ വളരെ സിവിയർ ആയിട്ട് വഴക്ക് പറയുകയല്ല വേണ്ടത്. അവര് അങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ അവരുടെ ഭാഗത്ത് നിന്നും എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ അതിനനുസരിച്ച് അവർക്കൊരു ഫോളോ അവർക്ക് അതിനൊരു ഇന്റർവെൻഷൻ പോലെ ഇങ്ങനെ ഈവിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാം ഉടനെ തന്നെ. മോണ്ടിസോറി മെത്തേഡാണ് ഫ്രീഡം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കുട്ടി ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. സ്പാഡ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അഡൽട്സ് മനസ്സിലാക്കണം കുട്ടിക്ക് ഒരു എബിലിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്. നമ്മൾ ആദ്യം തന്നെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ അവരെ തടസ്സപ്പെടുത്തരുത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവര് തന്നെ അത് ചെയ്യണം. നമ്മൾ അതിന്റെ ഇടയിൽ കയറി അവരെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഡൽട്സ് വളരെ കെയർഫുൾ ആയിരിക്കണം. കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അവരെ തളർത്തുന്ന രീതിയിലും ഒന്നും ഒരു രീതിയിലും ഒരു ആക്ഷൻ എടുക്കരുത്. ഡെവലപ്മെന്റ് ഓഫ് മോറൽ വാല്യൂസ് ആയിരുന്നു പറഞ്ഞത്. ഗുഡ് ഈവിൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം കുട്ടിക്ക് അറിയില്ല ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളത്, കുട്ടിക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഗുഡ് ഈവിൾ എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കുട്ടികളെ മനസ്സിലാക്കിക്കുക എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ മനസ്സിലാക്കിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. ഇനി നമ്മൾ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ്. നിങ്ങളോട് ഓൾറെഡി ഞാനൊരു നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു അസസ്മെന്റ് ടൂള് പോലെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 4 പീരീഡ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഏജില്, അതിന്റെ ഏജ് കൊണ്ട് ആ ഏജിൽ വരുന്ന കുട്ടികളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. മറിയ മോണ്ടിസോറി ഈ ഡെവലപ്മെന്റ് അതിനെ 2 സ്റ്റേജസ് ആയിട്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റിനെ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ബർത്ത് തുടങ്ങി 12 ഇയേഴ്സ്, അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് 12 to 24 ഇയേഴ്സ്. അതാണ് അഡൾട്ട്ഹുഡ് ആയിട്ട് മോണ്ടിസോറി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേജസ് 2 ആണ്. പക്ഷെ എഗെയിൻ ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മുടെ 2 സ്റ്റേജ് ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും ആണ്. ഈ ചൈൽഡ്ഹുഡിനെ വീണ്ടും 2 പീരീഡ് ആക്കി, അഡൾട്ട്ഹുഡിനെ വീണ്ടും 2 പീരീഡ് ആക്കി. ടോട്ടൽ 8 പീരീഡ് വന്നു ഈ 2 സ്റ്റേജിലും കൂടെ. 4 പീരീഡ് ചൈൽഡ്ഹുഡിനെ 2 പീരീഡ് ആയിട്ടും
അഡൽട്ട്ഹുഡിന് 2 പീരീഡുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഡിവിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങി 12 ഇയേഴ്സ് വരെയാണ്, അതിനെ 2 പീരീഡ് ആക്കി. ബർത്ത് തുടങ്ങി 6 ഇയേഴ്സും പിന്നെ അഡോളസൻസ് 6 തുടങ്ങി 12 ഇയേഴ്സും. അഡൽട്ട്ഹുഡിന് 12 to 18, നമുക്കറിയാം ടീനേജ് അതിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന ആ ഒരു ഏജ്, ടീൻ ആ ഒരു ടൈം 12 to 18. പിന്നെ 18 to 24 ആകുമ്പോഴേക്കും ആ ഒരു വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറും. ആ ഒരു 24 ഇയേഴ്സ് ആകുമ്പോഴേക്കും ആ ഒരു സമയത്ത് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഡിസിഷൻ മേക്കിംഗ് അയാള് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ആ ഒരു ടൈമിലാണ് ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നത്. ഒരു സക്സസ്ഫുൾ ഫാമിലി ലൈഫിലേക്ക് മാറാൻ കാരണം ആ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മാറും. അതല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പെടും, എന്തെങ്കിലും കാരണം കൊണ്ട് ബ്രേക്കപ്പ് ആകുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൊല്ലുക, പിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾ വളരെ വയലന്റ് ആയിട്ട് ചെയ്യുമല്ലേ. അത് ഇവരുടെ മെന്റൽ ഹെൽത്ത് വളരെ പൂർ ആയതുകൊണ്ടാണ്. കാരണം ഇമോഷൻസിനെ അവർക്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു ആഫ്റ്റർ 24 ഇയേഴ്സ് പറയുമ്പോൾ ദാറ്റ് ഇസ് പെർഫെക്റ്റ് ടൈം. അവന്റെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരാളോട് പറയുക, അത് പിന്നെ മാരേജ് ലൈഫിലേക്ക് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും കുട്ടികൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനാണ് അവര് പ്രാപ്തരാകുന്നത്. ഇഷ്ടമുള്ള ആരുടെയും കൂടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിസ്ക്. എല്ലാവരുടെയും ലൈഫ് ചിലപ്പോൾ വളരെ കളർഫുൾ ആവണമെന്നില്ല. അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ചിലര് വല്ലാതെ സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു അവരുടെ ഒരു മെച്യൂരിറ്റി എത്തുമ്പോഴാണ് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കറക്റ്റ് ആവുന്നത്. അതിനു മുമ്പ് അവര് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വന്ന് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാമോ, ഒന്ന് വായിക്കാമോ? നമ്മുടെ ജേവി സാറെ വിളിക്കുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തോട്ടെ. റീഡ് ചെയ്യുമോ? വായിച്ചോളൂ സാറ്, ബിസി തിരിച്ചു വിളിക്കും, കട്ടായി പോയാൽ. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചൈൽഡ്ഹുഡ് ബർത്ത് ടു 12 ഇയേഴ്സ്, അഡൽട്ട്ഹുഡ് 12 ഇയേഴ്സ് ടു 24 ഇയേഴ്സ്. ആ 2 സ്റ്റേജസിനെ അഗെയിൻ വീണ്ടും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ സ്റ്റേജിലും 2 പീരീഡ്, അങ്ങനെ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നറിയപ്പെടുന്ന 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പീരീഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കാരണം എന്താ, 0 to 6 ഇയേഴ്സ്, അറ്റ്ലീസ്റ്റ് 3 to 6 ഇയേഴ്സ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. കാര്യം എന്താ, നമ്മൾ ഈ ലെസണിന്റെ തുടക്കം തുടങ്ങി പറഞ്ഞുകൊണ്ടിരുന്നത് 3 to 6 ഇയേഴ്സിൽ അവർക്ക് നടക്കുന്ന നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലേ. മറിയാ മോണ്ടിസോറി വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി എഴുതി വെച്ച കാര്യങ്ങൾ. അതിനു മുമ്പ് നമ്മള് കുട്ടി ജനിക്കുന്നതും അതിനു മുമ്പ് ആ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രോമസോം, ഹെറിഡിറ്റി, ഇതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നതും, അതുകൂടാതെ കുട്ടി വളരുന്ന സാഹചര്യങ്ങൾ കുട്ടിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0 to 6 ഇയേഴ്സ് വരെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. 6 to 12 ഇയേഴ്സ്, 12 to 18 ഇയേഴ്സ്, 18 to 24 ഇയേഴ്സ്. ഈ ഒരു ഏജിൽ ഉള്ള മക്കളുണ്ടെങ്കിൽ മിക്ക പാരന്റ്സിനും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് മറിയാമോണ്ട് ഞാൻ വായിക്കില്ല, ഞാൻ ജസ്റ്റ് അത് ബ്രീഫ് ചെയ്യുള്ളൂ. പറഞ്ഞു, ഈ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീരീഡിൽ കുട്ടികൾക്ക് പല ലെവൽസിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സമയത്ത് ചെറുപ്രായത്തില് കുട്ടിയുടെ കൂടെയുള്ള എല്ലാവരും, കെയർ ഗീവേഴ്സ് ആണെങ്കിൽ കെയർ ഗീവേഴ്സ്, ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ്, അവർ മനസ്സിലാക്കണം ഇത് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആണ്. ഒരു 24 വയസ്സ് വരെ കുട്ടി പല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മാക്സിമം ഓൺ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്ത് അവർ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യണം, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. ചില പാർട്ടിക്കുലർ പോയിന്റ്സ് എല്ലാം മറിയാ മോണ്ടിസോറി ഈ പീരീഡ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. നോക്കാം.
ഇതൊരു ഓരോ ഡെവലപ്മെന്റും ശരിക്കും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് എത്തുന്ന പോലെയാണ് ഓരോ ഡെവലപ്മെന്റും. ഇത് ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 0 to 6 years ആ ഒരു സമയത്ത് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ ഇന്നർ ആർജസിനെ ഫോളോ ചെയ്യുവാണ്, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുവാണ്. നമ്മൾ പറഞ്ഞ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അത് നടക്കുന്ന ആ ഒരു സമയമാണ്. ഇന്നർ ആർജസിനെ എന്താ പറയാ ഫോളോ ചെയ്ത് നമുക്കും ഉണ്ടല്ലോ അങ്ങനെയെന്ന്, എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തില്ല, അത് ശരിയല്ല എന്ന് എന്റെ ഉള്ളിൽ ഇരുന്ന് ആരോ പറയും. ഈ സെയിം തന്നെ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു എനർജി, കുട്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു എനർജി കുട്ടിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങനെയാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നതും അവന്റെ ഇമാജിനേഷൻ പവർ. ഇതെല്ലാം നമ്മൾ തടസ്സപ്പെടുത്തുവാണെങ്കിൽ ഇതൊന്നും അവനിൽ ആ ഒരു ഡെവലപ്മെന്റ് എല്ലാം വളരെ താന്നു പോകും. അപ്പൊ നമ്മൾ ആസ് എ കെയർ ഗീവർ അല്ലെങ്കിൽ ടീച്ചർ ചെയ്യേണ്ടത് കുട്ടിയുടെ ഡെവലപ്പിംഗ് പ്രോസസ് ഇങ്ങനെ നടക്കുകയാണ്, ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്ന പോലെ നമ്മൾ കയറി തടസ്സം നിൽക്കുക എന്നുള്ളത്. പിന്നെ ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെറിയൊരു ബേബി അത് നടക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വീഴുക, നടത്തൊന്നും നമ്മൾ ശരിയാവുന്നില്ല, വേച്ച് പോകും. അത് സ്റ്റേബിൾ ആവണം അല്ലെ. അപ്പൊ അതിന് നമ്മളുടെ ഗോൾ എന്താണ്? നമ്മളുടെ ബോഡി കൺട്രോൾ, കോർഡിനേഷൻ, ബാലൻസ് അത് പ്രോപ്പർ ആവണം ആ ഒരു ബേബിയുടെ. ആ രീതിയിൽ ആ കുട്ടി നടന്ന് പ്രാക്ടീസ്, റിപ്പിറ്റേഷൻ ഇതിലൂടെ അതല്ല കുട്ടി ഒന്ന് വീണു എന്ന് കണ്ടപ്പോ ഓടിപ്പോയി കുട്ടിയെ എടുത്ത് പിന്നെ നടത്തുന്നേ ഇല്ല, നടന്നാ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മസിൽസ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, അവന്റെ മൂവ്മെന്റ് കറക്റ്റ് ആവും ഇല്ലല്ലോ. അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ട് ഫീൽ ചെയ്താൽ നമുക്ക് ഇടപെടാം, അത് വേണ്ടാന്ന് പറയുന്നില്ല. അപ്പൊ കുട്ടി നടക്കുന്ന വഴിയിലൊരു കല്ല്, കുഞ്ഞുങ്ങളത് ശ്രദ്ധിച്ചില്ല എന്ന് വിചാരിച്ചു, അപ്പൊ നമുക്ക് അവിടെ പോയി കുട്ടിയെ എടുക്കുവോ കല്ല് മാറ്റി കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അവരങ്ങനെ ഒരു പ്രായം ആയിട്ടില്ലല്ലോ മുന്നിൽ കിടക്കുന്ന സാധനം എടുത്ത് മാറ്റിയിട്ട് നടക്കുക എന്നുള്ളത്. അപ്പൊ അവർ നടക്കുന്ന വഴിയിൽ ഡേഞ്ചർ ഒന്നുമില്ലാന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഓരോ പീരീഡിലും സ്പെസിഫിക് ആയിട്ട് അവർക്ക് പല അറിവുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ചെറിയ കുട്ടികള് ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ചോദിക്കും, അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മറുപടി അതാണ് അല്ലെ. അല്ലാതെ ഭയങ്കര സയന്റിഫിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും മനസ്സിലാവില്ല. ആ ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവൻ എന്താണോ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ അവനെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ പോകും. ഓക്കെ, സെൻസിറ്റീവ് പീരീഡ് ആണ്, അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ് ആണ്. അവരുടെ സെൻസസ് യൂസ് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ മൈൻഡ് അബ്സോർബൻ ആണ്. ഇതാണ് അത് അത്രയും ആ ഒരു പാരഗ്രാഫാണ് അതിൽ വരുന്നത്. ഇനി ഫസ്റ്റ് പീരീഡിനെ കുറിച്ചാണ്, 0 to 6 years. ഫസ്റ്റ് പീരീഡ് ഒരു ഫാസ്റ്റ് ആൻഡ് ഇന്റൻസ് ചേഞ്ചസ് ഈ ഒരു സമയത്ത് വരും, ഫിസിക്കലി, കോഗ്നിറ്റീവലി, സോഷ്യലി എല്ലാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഓൾറെഡി നമ്മളിത് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കം ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുട്ടിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഹിംസെൽഫ്, അവനവനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സ്പെഷ്യൽ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ഹെൽപ്പ് ദംസെൽസ്, അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ ഡെവലപ്മെന്റ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒരു സൈക്കിക് പാറ്റേണിലാണ് പോകുന്നത്. അതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് 2 ടൂൾസ് ആണ്, അവരുടെ അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡുമാണ്. ആ ഒരു എൻവിയോൺമെന്റുമായിട്ട് ഫ്രീ ഇന്ററാക്ഷൻ വിത്ത് ദെയർ ആംബിയൻസ്, നല്ലൊരു എൻവിയോൺമെന്റുമായിട്ടുള്ള അവരുടെ ഫ്രീ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ അവർ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നു, അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. കാരണം ഇന്നിപ്പോ ഒരു ഗെയിം അവരെന്തെങ്കിലും ടോയ്സ് വെച്ച് കണ്ടുവച്ചിട്ടുണ്ടാകുമായിരിക്കും, അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ അവർ അബ്സോർബ് ചെയ്ത് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ആ ഒരു ടോയ് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ ഈ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ, ചിലപ്പോൾ ചേട്ടൻ കളിക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാകുക, പിറ്റേ ദിവസമായിരിക്കും ഇവന് കിട്ടിയതാട്ടോ. അപ്പൊ ചേട്ടൻ കളിക്കുന്നത് കണ്ട ഒരു ഇമേജ്, ആ ഒരു ഇത് മനസ്സിലുണ്ടാകുമായിരിക്കും. അത് റിട്രീവ് ചെയ്തിട്ട്
ആണ് ഇതിനെ കളിക്കുന്നത്. അതാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും ആണെന്ന് പറയുന്നത്. മോണ്ടിസോറിക്ക് നല്ല രീതിയിൽ തന്നെ ഇതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റി. അതുകൊണ്ടാണല്ലോ ഒരു ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഏരിയയിലെ കാര്യങ്ങളും കുട്ടിയിലുണ്ടാകുന്ന ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞത്. ആ ലോ ഓഫ് വർക്ക്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, അങ്ങനെ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിൽ വന്നെത്തിയത്. ഈ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിലെ 0 to 6 ഇയർ എന്നുള്ള ഫസ്റ്റ് പീരീഡിന്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മറിയം മോണ്ടിസോറിക്ക് ആ ഒരു പീരീഡിൽ മാത്രമാണ് കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റിയത്. വലിയ കുട്ടികളിലെ ചേഞ്ചസ്, അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെ പോകുന്നു, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിൽ കാര്യമായി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ ചില ഒബ്സർവേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ. നമുക്ക് നെക്സ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ് 6 to 12 years, അതുപോലെ തന്നെ തേർഡ് പീരീഡ് 12 to 18 years, ഫോർത്ത് വൺ 18 to 24 years. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പൊ അത് നിങ്ങൾ വായിച്ചിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്യാം കേട്ടോ. ക്ലാസ് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ദ ക്ലാസ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നുമല്ല, എനിക്ക് കറക്റ്റ് 2:30 ഒരു ക്ലാസ്സിൽ കയറണം. പെട്ടെന്ന് ഒരു ക്ലാസ്, ടീച്ചർ ലീവ്. ഓക്കെ ഓക്കെ, then bye. Okay, bye. Bye, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.